ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റിട്ട് ഒരു കുട്ടി വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ കമ്പയർ ചെയ്യുകയും അതുപോലെ നീ ഇത്രയും മാർക്ക് കുറഞ്ഞ് നീ എന്നാത്തിനെ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ആ സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് അവനെ ചേർത്ത് പിടിച്ചിട്ട് എടാ പോട്ടെ, ഈ പ്രാവശ്യം നിനക്ക് കുറവായാലും അടുത്ത പ്രാവശ്യം നീ അത് കൂടുതൽ മേടിക്കാൻ ശ്രമിക്കണമെന്ന് പറയും. അതിലുണ്ടാകുന്നൊരു കാരണം എന്ന് വെച്ചാൽ മാനസികമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും. കാരണം നമ്മുടെ കൂടെ നമ്മുടെ പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ട്. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, നീ നല്ലതിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരാളെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്കിപ്പോൾ ഇപ്പോൾ പലരും പറയും എല്ലാ തെറ്റിനും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന്. ഒരിക്കലും അങ്ങനെയുള്ള സുഹൃത്തായിരിക്കുകയില്ല. കാരണം ഒരു കഷ്ടപ്പാട് നമുക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് ഈ പറയുന്ന കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ കാണുകയില്ല. ഈ വേറെ കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഏത് കൂട്ടുകാരാണോ അവൻ്റെ കൂടെ ആകാൻ പോകത്തുള്ളൂ. പക്ഷേ ആ സ്ഥിതിക്ക് ഈ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അതായത് തെറ്റിലേക്ക് പോകുമ്പോൾ നീ നല്ലതിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന കൂട്ടുകാർ, അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ നല്ല വഴിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു.